ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു? കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. ഏത് തരത്തിലാണ് ബജറ്റിന് ശേഷമുള്ള മണിക്കൂറിൽ വിലയിരുത്തുന്നത്? രതീഷ്, പ്രധാനമന്ത്രി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും ബഡ്ജറ്റ് എന്ന് തന്നെ പ്രധാനമന്ത്രി ഇതിനെ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. 12 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തുടക്കക്കാരനായ, അതായത് തൊഴിൽ മേഖലയിൽ ആദ്യമായി കടന്നു വരുന്ന ഒരാൾക്ക് ഒരു നികുതിയുടെയും ഭാരം ചുമക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത് യുവാക്കളെയും ഒക്കെ ആകർഷണമാക്കുന്ന ഒരു ബഡ്ജറ്റാണ് എന്നുള്ളൊരു നിലപാടിലാണ് പ്രധാനമന്ത്രി എത്തിയത്. മറ്റൊന്ന്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ അത് പുതിയ തൊഴിലുകൾ നൽകുന്നു എന്നുകൂടി പ്രധാനമന്ത്രി വിലയിരുത്തുന്നുണ്ട്. ഒരു വിധത്തിൽ ധനമന്ത്രിയുടെ പ്രസംഗം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമന്ത്രി നടത്തിയതെങ്കിലും പ്രധാനമായും അദ്ദേഹം ഊന്നിയത് ഈ പറയുന്ന സാധാരണക്കാരുടെയും ഇടത്തരക്കാർക്കും ഗുണകരമായ ഒരു ബജറ്റ് എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം കുറ്റപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം ധനമന്ത്രി മറന്നു എന്നുള്ളതാണ് പ്രധാനമായ ആരോപണമായി ഉയർന്നിരിക്കുന്നത്. നേരത്തെ നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ എയിംസ്, അതുപോലെ തന്നെ വയനാടിൻ്റെ പാക്കേജ്, പുനരധിവാസ പാക്കേജ്, പ്രത്യേക പാക്കേജ് 24,000 കോടി രൂപയുടെ പാക്കേജിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ നമ്മൾ ആവർത്തിച്ച് ഉന്നയിച്ചിരുന്ന മറ്റ് വിഷയങ്ങളായ വിഴിഞ്ഞത്തിൻ്റെ കാര്യങ്ങൾ, ഈ വിഴിഞ്ഞത്തെക്കുറിച്ചൊരു പരാമർശം പോലും നടത്തിയില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണമായി ഉയരുന്നത്. ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിയ അരമണിക്കൂർ കൊണ്ട് തന്നെ 4 പദ്ധതികൾ ബീഹാറിന് വരുമ്പോൾ മറ്റ് 28 സംസ്ഥാനങ്ങളെക്കുറിച്ചോ കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചോ യാതൊരുവിധ പരാമർശവും ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള പൊതു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കുന്നു. ജനതാദൾ യു എന്നുള്ളൊരു കക്ഷിയുടെ പിന്തുണയില്ലാതെ ഭരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കഴിഞ്ഞ തവണ ഏകദേശം 60,000 കോടി രൂപ വരെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപനം ബീഹാറിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. 58,900 കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടി തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത്. ഏതായാലും 12 ലക്ഷം രൂപ വരെ ആദായ നികുതി പരിധി ഉയർത്തിയ ഒരു സാഹചര്യം വലിയ തോതിൽ BJP ഇപ്പോൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു അടിസ്ഥാന സൗകര്യം അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിൽ 2 ചെറുപ്പക്കാരായ ഭാര്യ ഭർത്താക്കന്മാർക്ക് 1 ലക്ഷത്തിൽ താഴെയാണ് ശമ്പളമെങ്കിൽ അത് 2 പേരും ഇപ്പോൾ നികുതി കൊടുക്കുന്നില്ല. ആ 2ഉം അവരുടെ ടേക്ക് ഹോം സാലറിയായി മാറുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിലെ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ മറുഭാഗത്ത് ഉള്ള വിമർശനം ഇപ്പോൾ ഉയരുന്നത് 12,75,000 രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നികുതി ഇളവിനായി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം 12,75,001 നിങ്ങളെ ശമ്പളമെങ്കിൽ നിങ്ങൾ അടിസ്ഥാന നികുതിയായി 20,000 രൂപ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് വളരെ വിദഗ്ധമായി ഇത് ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം എന്നുള്ള നിലയ്ക്കാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. അതായത് 4 ലക്ഷം രൂപ വരെയുള്ള ശമ്പളത്തിനുള്ള അടിസ്ഥാന നികുതിയായി 20,000 രൂപ നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. 12,75,000 വരെ നിങ്ങൾക്ക് നികുതി ഇഴവുണ്ട്. പക്ഷേ 1 രൂപ കൂടിയാൽ ആ നികുതി അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്.